എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് വർഗീസ്. ഞാൻ കൊല്ലത്ത് വയനാട് നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് 2024 സെപ്റ്റംബർ 30 ഞാനിവിടെ വരാൻ കാരണം എൻ്റെ മദ്യപാനമായിരുന്നു. എൻ്റെ ഭാര്യ എന്നും പറയുമായിരുന്നു, നമുക്ക് കൃപാസന പള്ളിയിൽ പോവാം. ഞാൻ പറയും, നമുക്കൊരു ദിവസം പോവാം. അങ്ങനെ ഒരു ദിവസം കൃപാസന പള്ളിയിൽ വന്ന് ഞങ്ങൾ ഉടമ്പടിയൊന്നും എടുത്തില്ലായിരുന്നു. ഞങ്ങൾ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട്, മാതാവേ എൻ്റെ മദ്യപാനം മാറ്റിത്തരണേ എന്ന് പറഞ്ഞു ഞങ്ങളങ്ങ് പോയിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഭാര്യ തൈറോയിഡിൻ്റെ അസുഖമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഹോസ്പിറ്റലിൽ ഒന്ന് വരണം. ഞാൻ കൂടെ പോയപ്പോൾ 2 ചേച്ചിമാർ അവിടെ നിന്ന് കൃപാസന പത്രം തന്ന് ഞങ്ങൾക്ക്. അല്ല, തന്നതല്ല, ഞങ്ങൾക്ക് വന്ന് ചോദിച്ച് പത്രം തന്നാൽ മേടിക്കുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞപ്പോൾ മേടിക്കും, ഞങ്ങൾ കൃപാസനത്തൊക്കെ പോയതാ, മേടിക്കുമെന്ന് അവർ തന്ന്. അങ്ങനെ ബസ്സിൽ കയറി, ഞങ്ങൾ ഡോക്ടറെ കണ്ട് ബസ്സിൽ കയറി വീട്ടിലോട്ട് പോകുന്ന നേരത്ത് ബസ്സിലിരുന്ന് എനിക്ക് എന്തോ തോന്നി, ഈ പത്രം എടുത്ത് വായിക്കാം. അങ്ങനെ ഞാൻ ആ പത്രം എടുത്ത് വായിച്ച് എന്തോ എൻ്റെ കണ്ണിൽ കൂടെയൊക്കെ കണ്ണുനീരൊഴുകുന്ന കണക്ക് വല്ലാതെ ആയി. ഞാൻ ആ പത്രത്തെ ഒരു ഷോക്കടിച്ച കണക്കായിപ്പോയി. അന്ന് ഞാൻ മദ്യപാനം നിർത്തിയതാ. ഇപ്പോൾ 1 വർഷമായി, 1 വർഷത്തിൽ കൂടുതലായി മദ്യം കഴിച്ചിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും കൃപാസനത്തിൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. സന്ധ്യ സമയത്ത് കൊന്തയൊക്കെ ചൊല്ലി ജോലിക്കൊക്കെ പോകുമ്പോൾ നല്ല സുഗന്ധത്തിൻ്റെ നല്ല മണവും, അമ്മയുടെ നല്ല മണവും, മുല്ലപ്പൂവിൻ്റെ മണവും. ഞങ്ങൾ കൊന്ത ചൊല്ലുമ്പോൾ ഞങ്ങളുടെ മെഴുകുതിരിക്കകത്ത് മാതാവിൻ്റെ രൂപങ്ങൾ വരുന്ന മിക്ക ദിവസങ്ങളിലും വരും മാതാവിൻ്റെ ഓരോ രൂപങ്ങൾ. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ പല്ലുവേദനയായിട്ട്, വലിയ നീരൊക്കെ ആയിട്ട് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന്, മോനെ പല്ലുവേദനയെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പോകാം. ഞാൻ പറഞ്ഞ്, വേണ്ടമ്മ, ഞാൻ ഒരു കാര്യം ചെയ്യാം, തൈലം തേച്ച് തരാം അമ്മയ്ക്ക്. അങ്ങനെ വിശ്വാസ പ്രമാണം പറഞ്ഞ് അമ്മയ്ക്ക് തൈലം തേച്ച് കൊടുത്ത് പിറ്റേ ദിവസം നേരം വരുത്തപ്പം അമ്മയ്ക്ക് നീരൊന്നുമില്ല, എല്ലാം പൂർണ്ണമായി. അത് അമ്മയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾ അമ്മയ്ക്ക് സൗഖ്യം കിട്ടിയത്. പിന്നെ എൻ്റെ ഇടത്തെ കാലിന് ഭയങ്കര വേദനയായിരുന്നു. ചില സമയങ്ങളിൽ നല്ല വേദന വരും. അത് ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ആ വേദന വന്നിട്ടില്ല. പിന്നെ രണ്ടാമത്തത് എൻ്റെ മോള് പഠിത്തത്തിൽ ഇച്ചിരി കുറവാണ്. അവൾ 10ാം ക്ലാസ്സിലോട്ടായതേ ഉള്ളൂ. അത് അവൾ തന്നെ പറയാം, അവളെ കൊടുക്കാം. ഇപ്പം എൻ്റെ അപ്പ പറഞ്ഞതുപോലെ തന്നെ ഞാൻ 10ൽ പഠിക്കുമായിരുന്നു. 10ൽ ഞാൻ പഠിക്കത്തേ ഇല്ലായിരുന്നു. ആദ്യം കയറിയപ്പോൾ തൊട്ട് ഞാൻ ഒരു വക പഠിക്കത്തില്ല. അപ്പം ഞങ്ങളുടെ അപ്പ ഉടമ്പടി എടുത്തിട്ടില്ല. ഒരു വകയെന്ന് വെച്ചാൽ ഒരു വക പഠിക്കും. എല്ലാവരും പറയും 10ൽ പഠിക്കാതിരുന്ന എങ്ങനെയാ, ജയിക്കണ്ടേ, തോറ്റു കഴിഞ്ഞാൽ നാണക്കേടാ, ഇങ്ങനെ പറയുമായിരുന്നു. അതിന് ശേഷം അങ്ങനെ പറഞ്ഞാലും ഞാൻ ആർക്കും അത് മൈൻഡ് കൊടുക്കത്തില്ല. എന്തെങ്കിലും പറഞ്ഞിട്ട് കൊണ്ടെന്ന് വിചാരിക്കും. അതിന് ശേഷമാണ് എൻ്റെ അപ്പ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും. വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആരും മനസ്സിൽ പറയുന്ന പോലെ ആ ടെസ്റ്റൊക്കെ ഒന്ന് എടുത്ത് വായിച്ചുകൂടെ, തരുന്നതൊന്ന് ഇങ്ങനെ ചെയ്തുകൂടെ. ഞങ്ങളുടെ അമ്മ പറഞ്ഞാലൊന്നും ഞാൻ കേൾക്കത്തില്ല. എന്നാലും ഇങ്ങനെ പറയുന്നത്, ഏതായാലും ഞാൻ 10ലാണ്, പരീക്ഷ എഴുതണം, എനിക്ക് എന്തെങ്കിലും ജയിക്കണ്ടേ, എന്തെങ്കിലും മാർക്ക് മേടിക്കണ്ടേ എന്ന് വെച്ച് മനസ്സിലിങ്ങനെ പറയുന്നത് പോലെ എടുത്ത് പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നാലും ഒട്ടും പഠിക്കൂല. ഞാൻ ശരിക്കും സത്യമായിട്ട് പറയും, ഒരിക്കലും ഒന്നും പഠിച്ചിട്ടില്ല 10ാം ക്ലാസ്സിൽ. SSLC മോഡൽ എക്സാം സമയം ഞങ്ങളുടെ പപ്പ ഞാൻ പോകുന്ന സമയം തൈലം തേച്ച് പ്രാർത്ഥിച്ച് കാശ് രൂപം തന്നു വിട്ടും. അപ്പം ഞാൻ ക്ലാസ്സിൽ പോയിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കും, നീ പഠിച്ചില്ല, ഈ കാശ് രൂപം കൊണ്ടുവന്നിട്ട് എന്തോ ചെയ്യാൻ വേണ്ടിയിട്ടാ, എന്തെങ്കിലും നടക്കുമോ, കാശ് രൂപമാണോ എഴുതുന്നത്, ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പം ഞാൻ പറയും, ഞങ്ങളുടെ അപ്പൻ ഏതായാലും ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഏതായാലും മാതാവ് നല്ല മാർക്കോടെ തന്നെ എന്നെ പാസ്സാക്കും, നല്ല ഉറപ്പുണ്ട്. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. അവർ പറയുന്നത് ശരിയാ, ഒന്നും പഠിച്ചിട്ടില്ല. ഈ ഞങ്ങളുടെ പപ്പ തേച്ചിടുന്ന തൈലവും ഈ കാശ് രൂപം കൊണ്ടുപോയി ഇങ്ങനെ ഇരിക്കും. എങ്ങനെയെന്ന് അറിഞ്ഞൂടെ, ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ആ മോഡൽ എക്സാം എഴുതിയ ക്വസ്റ്റ്യൻസ് വന്നത്. ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ അതിനകത്തുള്ളൂ. ആ പറഞ്ഞവർ തന്നെ എന്നോട് ചോദിക്കും, എന്താണോ ഒന്നും ഞാൻ എന്നോട് ഇങ്ങോട്ടൊന്നും ഒന്നും എഴുതാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞവരാണ് എന്നോട് ചോദിക്കുന്നത്, എന്തുവാണെന്ന് ചോദിക്കുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, ആൻസർ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ചെയ്തത്. അതേപോലെ തന്നെ SSLCക്ക് ഞാൻ പഠിക്കത്തില്ല. എനിക്ക് പഠിക്കണം, പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല. പഠിക്കരുത്, എനിക്ക് TV കാണണം, മൊബൈൽ കാണണം, അങ്ങനെ ഒരു
ചിന്ത എപ്പോഴും. എല്ലാ വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാ ആൾക്കാരും പറയും പഠിക്കും മോളെ, പഠിക്ക്, 10ാം ക്ലാസ് അല്ലേ, പഠിച്ചാലല്ലേ എന്തെങ്കിലും നേടാൻ പറ്റത്തുള്ളൂ, പഠിക്കും. ഒരു മൈൻഡ് കൊടുക്കില്ല. ഞാൻ അങ്ങനെ ഇരുന്ന് ഞാൻ പഠിക്കൂല, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ അപ്പൻ്റെ കൂടെ ഇരുന്ന് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന, എൻ്റെ അമ്മയും എൻ്റെ അനിയത്തി എൻ്റെ അപ്പനുമായിട്ട് കുടുംബ പ്രാർത്ഥന പഠിക്കും. പ്രത്യക്ഷീകരണ പ്രാർത്ഥന പഠിക്കുമ്പോഴും അപ്പൻ്റെ കൂടെ ഇരുന്ന് ഞാൻ നല്ല വിശ്വാസത്തോടെ മാതാവിനെ വിശ്വസിച്ച് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പഠിക്കും. അങ്ങനെ പഠിച്ച് പ്രാർത്ഥിക്കും, പഠിക്കൂല. അങ്ങനെയായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. എൻ്റെ ലൈഫ് 10 ലൈഫ് മൊത്തം അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ SSLC സമയവും പറയുന്നു എല്ലാവരും പഠിക്കുന്നു. എന്നാലും SSLC അല്ലേ, നാളെ പഠിക്കാം അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോഴും ഇതേപോലെ കാശ് രൂപവും തൈലമൊക്കെ പുരട്ടി ഞാൻ പോവുമായിരുന്നു എക്സാം എഴുതാനായിട്ട്. അപ്പോൾ അവരും പറയും, എടി ഏതായാലും നിനക്ക് മോഡൽ എക്സാമിന് കാശ് രൂപം കൊണ്ടുവന്നിട്ട് നല്ല മാർക്കുണ്ടല്ലോ, ഇതിനും നല്ല മാർക്ക് കാണുമായിരിക്കും. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നത്, ഞാൻ പഠിച്ചിട്ടില്ല, മോഡൽ എക്സാമിന് എനിക്ക് എങ്ങനെയെങ്കിലും കിട്ടിക്കാണും, പക്ഷേ ഞാൻ ഈ SSLCക്ക് പഠിച്ചിട്ടില്ലല്ലോ, ഞാൻ എങ്ങനെ മാർക്ക് മേടിക്കും? ഞാൻ ഈ ലോക്കറ്റ് എടുത്ത് വെച്ചിട്ട് പറയും, എൻ്റെ മാതാവേ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ എങ്ങനെ എഴുതും? എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തരുന്നേ മാതാവ്. ഇങ്ങനെ ഞാൻ പറയും, ലോക്കറ്റ് എടുത്ത് വെച്ച് പറയുമായിരുന്നു. എവിടെ നിന്നെന്ന് അറിഞ്ഞൂടെ, കറക്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഒരു മണിക്കൂറിന് മുന്നേ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും എഴുതി തീരുന്നതിന് മുമ്പേ തന്നെ ഞാൻ ലോക്കറ്റ് മുറുകെ പിടിച്ച് വെച്ച് ഞാൻ എഴുതുമായിരുന്നു. ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അടുത്തിരിക്കുന്നവർ ചോദിക്കും, എങ്ങനെ പറ്റുന്നു, ഇതൊക്കെ എങ്ങനെ പറ്റുന്നു? അങ്ങനെ ഞാൻ പഠിക്കത്തില്ല എന്ന് പറഞ്ഞവർ തന്നെ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നവരുന്നു. എൻ്റെ ടീച്ചേഴ്സ്മാർ, എനിക്ക് മാർക്ക് വന്നു, SSLCയുടെ മാർക്ക് വന്നപ്പോഴത്തേക്കും നല്ല മാർക്കോടെ ഞാൻ പാസ്സായി. എൻ്റെ വീട്ടുകാരായാലും ടീച്ചർമാരായാലും എല്ലാവരും ഭയങ്കര ബഹുമാനത്തോടെ ഇപ്പം നോക്കുന്നു. നല്ല മാർക്കോടെ അമ്മ മാതാവിനെ പാസ്സാക്കി. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല 10 ജയിക്കുമെന്ന്. ഒരുപാട് അനുഗ്രഹം ചെറുതും വലുതുമായിട്ട് ഞങ്ങളുടെ മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനിയും ഇതേപോലെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇനിയും ഞങ്ങളെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഉപവാസം എടുത്തിട്ട് നമ്മൾ ഓരോരുത്തർക്കൊക്കെ ആഹാരങ്ങൾ കൊണ്ടു കൊടുക്കുന്ന ഞാനും എൻ്റെ മോളുമായിട്ട് പള്ളികളിൽ പോയി രോഗികളെ കണ്ട് അവർക്ക് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ടില്ല, കുറച്ച് നാൾ കൊണ്ട് വണ്ടിയില്ല, വണ്ടി ചീത്തയായതുകൊണ്ടാണ് പോകാത്തത്. പിന്നെ നമ്മളെ പറ്റുന്നത് ഓരോരുത്തർക്ക് കൊടുത്ത് സഹായിക്കും. പിന്നെ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. പിന്നെ മാസത്തിലൊരു വട്ടം പോയി കുമ്പസാരിക്കുമായിരുന്നു. പള്ളിയിൽ ആഴ്ചകളിൽ പോകും. പിന്നെ നമ്മൾ പോകുന്ന പള്ളികളിലെല്ലാം മാതാവിൻ്റെ പള്ളികളുണ്ട്, അവിടെ എല്ലാം കയറി പ്രാർത്ഥിക്കും. മാതാവിൻ്റെ ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും, സുവിശേഷം വായിക്കും. പിന്നെ ഓരോ പള്ളിയിലെല്ലാം പ്രാർത്ഥിച്ച് അമ്മയ്ക്കും ദൈവമഹത്വത്തിനും നന്ദി, ഒരുപാട് നന്ദി.